നമ്മൾ പിസ്സ കുക്ക് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് ഉരുകി ഇതായിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 14-15 മിനിറ്റോളം ഓവനിൽ വെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അടുക്കളയിലാണ്, ലോക്ക്ഡൗൺ ആണ് അറിയാലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ പുതിയ വീഡിയോ നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. പിസ്സ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പിസ്സ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ബേസ് വേണം. അപ്പോൾ മൈദ കുഴക്കണം. ആദ്യം മൈദ കുഴക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ഈസ്റ്റും ഇട്ട് കലക്കി വെക്കണം. അതൊരു 5 മിനിറ്റ് വെക്കണം. അതിന് ശേഷം ആ വെള്ളം മൈദയിൽ വെച്ച് കുഴച്ച് ബേസ് ഉണ്ടാക്കി എടുക്കണം. അതിന് ശേഷം പിസ്സ സോസ് ഉണ്ടാക്കണം. ഇങ്ങനെ 2 ഘട്ടങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ തുടങ്ങാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിസ്സ ഉണ്ടാക്കുന്നത് പൊറോട്ട ഉണ്ടാക്കുന്നത് ഏകദേശം ഒരേപോലെയാണ്. കാരണം മൈദ കുഴക്കണം. മൈദ കുഴച്ച് ഇത്തിരി നേരം വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ പ്രോസസ്സിലേക്ക് പോകാം. മൈദ കുഴച്ചെടുക്കാം. ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 1 കപ്പ് മൈദ പാത്രത്തിലേക്ക് ഇടാം. ചെറിയൊരു കുഴി ഉണ്ടാക്കിയ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുഴയ്ക്കാം. മൈദ കുഴച്ച് നല്ല ഉണ്ട ഉരുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഉണ്ട ഷേപ്പാക്കിയിട്ട് നമ്മളൊന്ന് പൊറോട്ടയ്ക്കൊക്കെ ചെയ്യില്ലേ, ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി വയ്ക്കുക. ഏകദേശം 4 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കും വയ്ക്കാം 4 മണിക്കൂർ. അപ്പോൾ അടുത്തത് നമുക്ക് ഉണ്ടാക്കാനുള്ളത് പിസ്സയുടെ സോസാണ്. പിസ്സ സോസ് ഉണ്ടാക്കി തക്കാളി, അതേപോലെ തന്നെ നമ്മുടെ സബോള, പിന്നെ മസാലകളൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തക്കാളി പുഴുങ്ങിയെടുക്കണം. വെള്ളത്തിൽ വെച്ചിട്ട് തക്കാളി പുഴുങ്ങിയെടുക്കണം. തക്കാളി നല്ല വെന്ത് പുഴുങ്ങി വരണം, എന്നാലേ നമുക്ക് ആ സോസ് നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തിളയ്ക്കും. അപ്പോൾ തക്കാളി ഏകദേശം പുഴുങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ പൊളിഞ്ഞ് പോന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് എടുത്ത് തണുത്തതിന് ശേഷം തൊലി പൊളിച്ച് മസാല ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാം. പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ട് ഇത് നമ്മൾ പാൻ അടപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ തക്കാളിയുടെ പ്യൂരിയും അതേപോലെ തന്നെ സബോളയും വെളുത്തുള്ളി അരച്ചതൊക്കെ പാടി ഇട്ടിട്ട് നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ തക്കാളി പ്യൂരി ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പിസ്സ സോസ് റെഡിയായി കഴിഞ്ഞു. അടുത്ത് നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ച മൈദ എടുത്ത് പിസ്സയുടെ ബേസ് ഉണ്ടാക്കാം. ഇത് നന്നായി അങ്ങനെ പ്രസ് ചെയ്ത് വട്ടത്തിൽ പ്രസ് ചെയ്ത് എഡ്ജസ് നല്ല തിക്കായിട്ട് ഉണ്ടാക്കണം. പിസ്സയുടെ ബേസ് റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിലിങ്ങനെ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കാം. നന്നായി വീർത്തിട്ടുണ്ട്. അത് തന്നെ കുത്തുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ നന്നായി നമ്മൾ എല്ലാവരുടെയും ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പിസ്സ സോസിൻ്റെ മോളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അടുത്തതായിട്ട് നമ്മുടെ മോസറെല്ല ചീസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിടണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പിങ്സ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ സോസായിട്ട് മോഡലിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ചെടുക്കാം. അടുത്തത് സബോള ഇട്ട് കൊടുക്കാം. സബോള വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഈ ഷേപ്പിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. അടുത്തതായിട്ട് കുറച്ച് ചിക്കൻ ടിക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അത് ചെറിയതായിട്ട് നുറുക്കി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നത്. ടോപ്പിങ് സോസേജും ടിക്കയുടെ ചെറിയ കഷ്ണങ്ങൾ, സബോളയും ക്യാപ്സിക്കും ഒക്കെ ആഡ് ചെയ്തു. ഗാലപ്പിനോസാണ്, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അവസാനമായി നമുക്ക് ഇതിൻ്റെ മുകളിൽ വീണ്ടും ചീസ് സ്പ്രെഡ് ചെയ്തിടാം. കവർ ചെയ്യുന്ന രീതിയിൽ ചീസ് മുകളിൽ ഇട്ട് കൊടുക്കണം. പിസ്സയുടെ ബേസും ടോപ്പിങ്സും എല്ലാം ആഡ് ചെയ്തു. ഇനി നമുക്കിത് ഓവനിൽ വെക്കണം. അപ്പോൾ നമ്മളിത് പിസ്സ ഓവനിൽ വെച്ചു. ഓവനിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഓവനിലൂടെ കിഡ് ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഇതിൽ പ്രോഗ്രാം 4 അതാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 220 ഡിഗ്രിയിൽ ഇത് പിസ്സ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഓവനിലും ഓരോ പ്രോഗ്രാമായിരിക്കും. അപ്പോൾ ഇതിൽ കിഡ്സ് ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തേക്കണം.
ടെമ്പറേച്ചർ വന്നിട്ട് 220°C ആണ്. അപ്പോൾ നമ്മൾ പിസ്സ കുക്ക് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് ഉരുകി ഇതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. ശരിക്കും പിസ്സ കട്ട് ചെയ്യണ കത്തി നമ്മുടെ കയ്യിലില്ല. അതില്ലാത്ത കാരണം നമ്മളിപ്പോൾ ഒരു കത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ സ്ലൈസ് പിസ്സ നമ്മൾ എടുത്തിട്ടുണ്ട്. കഴിച്ചോക്കാം എങ്ങനെയുണ്ടെന്നാക്കാം. ക്രസ്റ്റൊക്കെ നല്ല തിന്നാണ്, അതേപോലെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ഒരു വെജ് പിസ്സയാണ്, ഇതൊക്കെ നോൺ വെജ് ആണ്. ഇതിൽ ഫസ്റ്റൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പിസ്സ സോസിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്, നല്ല പുളി. അതേപോലെ തന്നെ ഗാലപ്പീനോൻ്റെ പുളി അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണം പിസ്സ. ഡൊമിനോസിലും പിസ്സ ഹട്ടിലൊക്കെ പോകുമ്പോൾ തിൻ ക്രസ്റ്റ് പിസ്സ എന്ന് പറയുന്ന മാതിരി തന്നെയാണ്. വളരെ തിന്നാണ്, അതുതന്നെ നല്ല സോഫ്റ്റാണ് ക്രസ്റ്റ്. അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കുമ്പോൾ സിമ്പിളാണ്, കുറച്ച് പേർക്കൊരു അധ്വാനമുള്ളൂ, അടിപൊളി പിസ്സ കഴിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.